അരുണിമ ഷീന മനസ്സുകൊണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിത. മനുഷ്യരുടെ വൈകല്യം ശരീരത്തിലല്ല, അത് മനുഷ്യരുടെ ചിന്തയിലാണെന്ന് തെളിയിച്ച ലോകത്തിലെ ആദ്യ സ്ത്രീ. സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യയുടെ വോളിബോൾ ടീമിലെ ഒരു അംഗമായിരുന്നു അരുണിമ. ജീവിതം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2011 ഏപ്രിലിൽ ഡൽഹിയിൽ നിന്ന് ലക്നൌവിലേക്ക് വരുന്ന ഒരു ട്രെയിനിലാണ് ആ സംഭവം നടന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ സഞ്ചരിച്ച അരുണയെ ഒരു സ്വർണ്ണമാല തട്ടിയെടുക്കാൻ വേണ്ടി കുറേ മോഷ്ടാക്കൾ ആക്രമിച്ച് അവളെ ട്രെയിനിൽ നിന്ന് വെളിയിലേക്ക് തള്ളുകയുണ്ടായി. ആ സമയത്ത് തന്നെ എതിർദിശയിൽ വന്ന ട്രെയിൻ തട്ടി അവൾ ട്രെയിൻ ട്രാക്കിലേക്ക് വീണു. ബോധം വന്ന് അവൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്: തൻ്റെ ഒരു കാൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. എഴുന്നേൽക്കാൻ ഒരല്പം പോലും ആരോഗ്യം ഉണ്ടായിരുന്നില്ല അവൾക്ക്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ആരും തന്നെ രക്ഷയ്ക്കായി എത്തിയില്ല. പിന്നെ ട്രാക്കിലാകെ ഉണ്ടായിരുന്നത് മാംസം തിന്നുന്ന എലികളായിരുന്നു. സ്വന്തം ശരീരം എലികൾ തിന്നുന്നത് കണ്ട് അവൾ ഉച്ചത്തിൽ കരഞ്ഞു. ആരും തന്നെ അവിടേക്ക് വന്നില്ല. നേരം വെളുത്തപ്പോഴാണ് ആളുകളുടെ ശ്രദ്ധ അവളുടെ മേലെത്തിയത്. അവളെ ഡൽഹിയിൽ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞു, ഇത് ഇനി ശരിയാവാൻ വർഷങ്ങളെടുക്കുമെന്ന്. എല്ലാവരും സഹതാപത്തോടുകൂടി പറഞ്ഞു, നീ ഇനി എന്തു ചെയ്യും? അവളുടെ മുന്നിൽ 2 വഴികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, തൻ്റെ വിധി ഇതാണ് എന്ന് വിചാരിച്ച് ഒതുങ്ങിക്കൂടി ജീവിക്കാം. 2, ഇതിനോട് പൊരുതി സ്വന്തം പരിമിതികളെ മറികടക്കുക. അവൾ 2ാമത്തെ വഴി തിരഞ്ഞെടുത്തു. അതിനായി അവൾ ഒരു ഉറച്ച തീരുമാനമെടുക്കുകയുണ്ടായി. പലരും അവളിൽ നിന്ന് പ്രതീക്ഷിച്ചത് അവളുടെ ജീവിതം അവസാനിപ്പിക്കും എന്നായിരുന്നു. ഇന്ന് പക്ഷേ അവളുടെ ജീവിതത്തിനോട് തന്നെ പോരാടാൻ തീരുമാനിച്ചു. അതിനായി അവൾ വലിയൊരു തീരുമാനമെടുത്തു: എവറസ്റ്റ് കീഴടക്കുക. അതിനായി അവൾ ആദ്യമെത്തിയത് ഇന്ത്യയുടെ ആദ്യ എവറസ്റ്റ് വുമൺ ആയ ചന്ദിയ പാലിൻ്റെ അടുത്തായിരുന്നു. അവർ പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയായിരുന്നു: നീ ഈ അവസ്ഥയിൽ എവറസ്റ്റ് കീഴടക്കാൻ തീരുമാനിച്ചെങ്കിൽ നീ അത് കീഴടക്കി കഴിഞ്ഞു. ഇനി അത് മറ്റുള്ളവർ അംഗീകരിക്കുക മാത്രമേ വേണ്ടൂ. 2013 മെയ് 21 10:55 രാവിലെ അവർ എവറസ്റ്റ് കീഴടക്കി. ഒരു കാര്യം തെളിയിച്ചു: പരിമിതികൾ നമ്മുടെ മനസ്സിൽ മാത്രമാണ്, ശരീരത്തിലല്ല. അങ്ങനെ ലോകത്തിലെ ആദ്യ വികലാംഗ, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വികലാംഗ എന്ന അംഗീകാരം അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. 2015 രാജ്യം പത്മശ്രീ നൽകി അവരെ ആദരിച്ചു. അവിടെയും നിന്നില്ല. അവർ 2019 ജനുവരി 4 അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് വിൽസൺ കീഴടക്കുന്ന ആദ്യത്തെ ഭിന്നശേഷിക്കാരി എന്ന പദവിയും അരുണിമ സ്വന്തമാക്കി. ഈ നേട്ടങ്ങൾക്ക് ശേഷം അരുണിമ പറഞ്ഞു, ഞാൻ എവറസ്റ്റ് കയറിയത് കാലുകൾ കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. എൻ്റെ ഉറച്ച ആത്മവിശ്വാസം കൊണ്ടാണ്. മനസ്സുകൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും എത്ര വലിയ കൊടുമുടിയും കീഴടക്കാൻ കഴിയുമെന്ന് അരുണിമ തെളിയിച്ചു. വൈകല്യം അത് മനസ്സിലാണുള്ളത്, അത് ശരീരത്തിലല്ല. ശരീരത്തിൽ എല്ലാം ഉണ്ടായിട്ടും പരിമിതികൾ പറഞ്ഞ് സ്വന്തം കഴിവുകൾ ഉപയോഗിക്കാത്തവർക്ക് ഇത് വലിയൊരു പാഠമാണ്. അങ്ങനെ അരുണിമ ഷീന ആത്മവിശ്വാസത്തിൻ്റെ ഒരു വലിയ പർവ്വതമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു.